അപ്പോൾ എല്ലാവർക്കും ഒരു പുതിയ മലേഷ്യൻ വ്ലോഗിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മൾ വിസിറ്റ് ചെയ്യുന്നത് നമ്മുടെ KLCC കുആലാലംപൂർ സിറ്റി സെന്ററിലെ KLCC പാർക്കാണ്. KLCC പാർക്ക് എന്ന് പറയുന്നത് നമ്മുടെ സിറ്റി സെന്ററിൽ തന്നെ ഒരു 50 ഏക്കറിൽ ഇങ്ങനെ വിപുലമായിട്ട് കിടക്കുന്ന ഒരു പാർക്കാണ്. അവിടെ നമ്മൾ ഈ കാണുന്നത് പോലെയുള്ള വാക്ക് വേസും പുല്ല് വിരിച്ച സ്ഥലങ്ങളും പുൽമൈതാനികളും പിന്നെന്താണ് കുറെ മരങ്ങൾ, സ്കൾപ്ചേഴ്സ്, പിന്നെ കുട്ടികൾക്കുള്ളൊരു പ്ലേ ഏരിയ, കുട്ടികൾക്കുള്ളൊരു വേഡിങ് പൂൾ ഉണ്ട്. വേഡിങ് പൂൾ എന്ന് പറഞ്ഞാൽ സ്വിമ്മിംഗ് പൂളില്ല, മീൻസ് ചെറിയൊരു വെള്ളച്ചാട്ടമൊക്കെ പോലെ സെറ്റ് ചെയ്തിട്ട് ചെറിയ ഒരു അരയടി പൊക്കത്തിൽ അല്ലെങ്കിൽ അരയടി താഴെ വെള്ളം ഇങ്ങനെ പരന്ന് കിടക്കുന്ന പിള്ളേർക്ക് കളിക്കാൻ പറ്റിയ ഒരു പൂള്, വേഡിങ് പൂള്, ഇങ്ങനെ എല്ലാം കൂടെ ചേർന്നിട്ടുള്ള ഒരു 50 ഏക്കറിൽ പരന്ന് കിടക്കുന്ന ഒരു പാർക്കാണ് ഈ KLCC പാർക്ക് എന്ന് പറയുന്നത്. നമ്മുടെ കുആലാലംപൂർ സിറ്റി സെന്റർ, അതായത് നമ്മുടെ സൂര്യ മാള്, പിന്നെ നമ്മുടെ പെട്രോണാസ് ട്വിൻ ടവർ, ഇതെല്ലാം ഇരിക്കുന്ന ആ ഒരു സിറ്റി സെന്ററാണ് കുആലാലംപൂർ സിറ്റി സെന്റർ എന്ന് പറയുന്നത്. അപ്പൊ അതിനോട് ചേർന്നിട്ടുള്ള പാർക്കാണ് KLCC പാർക്ക്. ടൗണിന് നടുക്ക് തന്നെ 50 ഏക്കറിൽ നല്ല പച്ചപ്പും കാര്യങ്ങളും ഒക്കെ ആയിട്ട് ഒരു ഫാമിലിക്ക് പോയി സ്പെൻഡ് ചെയ്യാൻ പറ്റുന്ന ഒരു ഏരിയ. അപ്പൊ നമുക്ക് നോക്കുമ്പോൾ കാണാൻ അതിന്റെ തൊട്ടടുത്ത് തന്നെ ഈ ട്വിൻ ടവർ, പെട്രോണസ് ട്വിൻ ടവറും ബാക്കിയെല്ലാം അമ്പരചുംബികളായിട്ടുള്ള ടൗണിലെ കെട്ടിടങ്ങളൊന്നുമില്ല. ഇവിടെ ഇങ്ങനെ നല്ലൊരു പ്ലേ ഏരിയ ഉണ്ട് പിള്ളേർക്കായിട്ട്. എല്ലാ സിറ്റിയിലും കുറച്ച് അഡ്വഞ്ചറസ് ആയിട്ടുള്ള ടൈപ്പ് ആയിട്ടുള്ള നല്ലൊരു പ്ലേ ഏരിയ ഇത് നല്ല രീതിയിൽ ചെയ്തു വെച്ചിട്ടുണ്ട്. അപ്പൊ നമ്മൾ ഫാമിലി ആയിട്ട് പോയാലും അവിടെ ഫുൾ എൻജോയ് ചെയ്യാനുള്ള സെറ്റപ്പ് ഉണ്ട്. ഇപ്പം നമുക്ക് മുതിർന്നവർക്ക് അതിലെ നടക്കാനും ജോഗിങ് കാര്യങ്ങൾ, നടക്കുക, ഓടുക, അങ്ങനെയുള്ള കാര്യങ്ങൾ ചെയ്യാം. പിന്നെ ജസ്റ്റ് നമുക്കിങ്ങനെ കാറ്റും കൊണ്ട് കറങ്ങി നടക്കാൻ ടൗണിന്റെ നടുക്ക് ഒരു നല്ല പച്ചപ്പുള്ള സ്ഥലത്ത്, പിള്ളേർക്കാണെങ്കിൽ ഇതുപോലൊരു വലിയ പ്ലേ ഏരിയ, അവിടെ ആവശ്യത്തിന് കളി നടക്കാം. അവിടെ തറയൊക്കെ എന്ന് പറഞ്ഞാൽ ഫുൾ അവർ മറ്റേ റബ്ബർ മാറ്റ് വിരിച്ചിട്ട് സെറ്റ് ചെയ്തിരിക്കുകയാണ്. അപ്പം പിള്ളേരൊന്നും വീണാലൊന്നും അങ്ങനെ ഒന്നും പറ്റുകയൊന്നുമില്ല. ഫുള്ള് സേഫ്റ്റി പ്രിക്കോഷൻസ് ഒക്കെ എടുത്ത് ചെയ്തിരിക്കുന്ന ഒരു നല്ലൊരു പാർക്കാണ്, ചിൽഡ്രൻ ഫ്രണ്ട്ലി ആയിട്ട്. നമുക്ക് ഈ കാണുന്ന പോലെ പിള്ളേർക്ക് ഒത്തിരി സ്ലൈഡുകൾ, കാര്യങ്ങൾ, അങ്ങനെയുള്ള കാര്യങ്ങളുണ്ട്. പിന്നെ പഠിക്കാനുള്ള കുറെ കാര്യങ്ങളുണ്ട്. ഇങ്ങനെ നമുക്ക് റൊട്ടേറ്റ് ഒക്കെ ചെയ്ത് ABCD 1 2 3 4 അങ്ങനെയൊക്കെ കുറെ സെറ്റ് ഒക്കെ ചെയ്തിട്ട് അങ്ങനെ കുറെ സംഭവങ്ങളുണ്ട്. എന്നാലും പിള്ളേർക്ക് വളരെയധികം എൻജോയ് ചെയ്യാൻ പറ്റുന്ന രീതിയിൽ അവർ ചെയ്തു വെച്ചിട്ടുണ്ട്. ഇപ്പം പിള്ളേർക്ക് പോയിട്ടുണ്ടെ ബോറടിക്കില്ല. അതിന് മാത്രമുള്ള സാധനങ്ങൾ ഇങ്ങനെ കറങ്ങി നടക്കാനുള്ള രീതിയിൽ എല്ലാം ഉണ്ടാക്കി വെച്ചിട്ടുണ്ട്. മോള് പോയിട്ട് നമ്മളെ ഒന്നും നോക്കുന്നില്ലായിരുന്നു. അവളുടെ വഴിക്ക് ഇങ്ങനെ കയറി വഴികളൊക്കെ കണ്ടുപിടിച്ച് ഇങ്ങനെ പോകുമായിരുന്നു, എക്സ്പ്ലോർ ചെയ്ത്. പിള്ളേർക്ക് ആ ഒരു എന്തൂസിയാസം ഉണ്ടാക്കുന്ന രീതിയിലാണ് അവരെല്ലാം ചെയ്തു വെച്ചിരിക്കുന്നത്. നമ്മുടെ ഇവിടെയുള്ള പാർക്കുകളും ഇങ്ങനെയൊക്കെ ആയിരുന്നെങ്കിൽ വളരെയധികം പിള്ളേർക്ക് ഭയങ്കര ഉപകാരപ്രദമായി. അവർക്ക് ആ ഒരു അഡ്വഞ്ചറസ് ഇത് ഡെവലപ്പ് ചെയ്യാനും കൂടുതൽ ഇങ്ങനെ എന്താ പറയാ കാര്യങ്ങളൊക്കെ നോക്കിക്കണ്ട് മനസ്സിലാക്കി ഓരോ സ്ഥലങ്ങൾ എന്താ പറയുക നാവിഗേറ്റ് ചെയ്ത് പോകാനും എക്സ്പ്ലോർ ചെയ്യാനൊക്കെ ഉള്ള ആ ഒരു കഴിവുകളൊക്കെ വർദ്ധിപ്പിക്കാനും കാര്യങ്ങൾക്കൊക്കെ ഇങ്ങനത്തെ പാർക്കുകളാണ് വളരെയധികം ഉപകാരപ്രദമായിരിക്കും പിള്ളേർക്ക്. ഇവിടുന്നുള്ള പെട്രോണാസ് ടവറിന്റെയും അതിന്റെ ചുറ്റുമുള്ള ആ ഒരു ബിൽഡിങ്സുകളുടെ, ഹൈറൈസ് ബിൽഡിങ്ങുകളുടെ ഒക്കെ ഒരു വ്യൂ ഒക്കെ നല്ലൊരു ഭംഗിയാണ്. നമ്മൾ അതിന്റെ എല്ലാം കൂടെ നടുക്കാണല്ലോ നിൽക്കുന്നത്. അവിടെ പാർക്ക് ഏരിയയിൽ മോളുടെ കളിയൊക്കെ കഴിഞ്ഞ് നമ്മൾ പയ്യെ അവിടുത്തെ വേഡിങ് പൂളിന്റെ അങ്ങോട്ട് വന്നു. അവിടെ നിങ്ങൾക്ക് കാണാൻ സെറ്റപ്പ് ചെറിയ വെള്ളച്ചാട്ടം പോലുള്ള ഇതൊക്കെ ഉണ്ടാക്കിയിട്ട് ചെറിയൊരു അരടി പൊക്കത്തിന് താഴെ വെള്ളം നിൽക്കുന്ന ഒരു സ്ഥലം ഇങ്ങനെ പരന്ന് കിടക്കുകയാണ്. അപ്പം പിള്ളേർക്ക് ഓടി നടന്ന് കളിക്കാനായിട്ട് ഇങ്ങനെ വെള്ളവും അതിനകത്ത് കിടന്ന് ഇഷ്ടം പോലെ കളിക്കാം, രസം.
സൈഡിൽ തന്നെയാണ് നമ്മുടെ ഈ ഇപ്പൊ കണ്ട ഈ പാർക്കും സ്വിങ്സ് ഉണ്ട്, സ്ലൈഡ്സ് ഉണ്ട്, എല്ലാ സാധനങ്ങളും ഉണ്ട് അങ്ങനത്തെ പിള്ളേർക്ക് എൻജോയ് ചെയ്യാനായിട്ട്. പിന്നെ വെള്ളത്തിൽ കിടന്നും അറിയാം പിള്ളേർക്ക്, അതിനുള്ളൊരു സംവിധാനമാണ് അവർ ഉണ്ടാക്കിയിട്ടിരിക്കുന്നത്. പിള്ളേർക്ക് മാത്രമായിട്ട് സ്പെഷ്യലൈസ് ചെയ്തൊരു വാട്ടർ പൂൾ ഏരിയ. അപ്പൊ അവക്ക് വെള്ളത്തിലിറങ്ങൽ സ്വിമ്മിംഗ് പൂളൊക്കെ കുറച്ച് ഇഷ്ടമായതുകൊണ്ട് എന്നാ പിന്നെ അവിടെ കുറച്ചു നേരം അങ്ങോട്ട് ഫ്രീ ആയിട്ട് വിടാമെന്ന് കരുതിയാണ്. അവള് നന്നായിട്ട് എൻജോയ് ചെയ്യുകയും ചെയ്തു അവിടെ. ഒരു ഭയങ്കര നല്ല ആംബിയൻസും വ്യൂ ആണ് അവിടെ. നമ്മൾക്ക് ഈ ചുറ്റും ഈ ബിൽഡിങ്സും അതിന്റെ നടുക്കി പച്ചപ്പും വെള്ളം എല്ലാം കൂടെ വന്നു കഴിയുമ്പോൾ നല്ലൊരു കാം ആൻഡ് റിലാക്സിങ്. അതായത് ഈ പറഞ്ഞ വലിയൊരു സിറ്റി തിരക്കുകൾക്കിടയിൽ കാം ആൻഡ് ക്വയറ്റ് ആയിട്ടുള്ള ഒരു ഏരിയ, റിലാക്സ് ചെയ്യാനും ഈവനിങ് ടൈം സ്പെൻഡ് ചെയ്യാനും ഫാമിലി ആയിട്ട് സ്പെൻഡ് ചെയ്യാനായിട്ടൊക്കെ. വെള്ളം കണ്ടപ്പോഴേ അവൾ ആവേശത്തോടെ അങ്ങോട്ട് ഇറങ്ങി. അവിടെ പിന്നെ ഇഷ്ടം പോലെ പിള്ളേരും ഉണ്ടായിരുന്നു. അടുത്താർ വൈകിട്ട് ഈവനിങ് സ്പെൻഡ് ചെയ്യാനായിട്ട് ഫാമിലീസ് ഒക്കെ അവിടെ വരുന്നുണ്ട്. അപ്പൊ നിങ്ങൾ തന്നെ നോക്കിയറിയാം ആ ഒരു കോൺട്രാസ്റ്റ്. അപ്പുറം വലിയ ഹൈറൈസ് ബിൽഡിങ്സും കാര്യങ്ങളും ഒക്കെ ആയിട്ട് ഇങ്ങനെ അമ്പരചുംബികളൊക്കെ നിൽക്കുന്ന വലിയൊരു ടൗൺ, അതിന്റെ നടുക്ക് നമ്മൾ നിൽക്കുന്ന സ്ഥലം എന്ന് പറഞ്ഞിട്ടുണ്ട് പ്യുവർ ഒരു എന്താ പറയുക നാച്ചുറൽ ആയിട്ടുള്ള ഒരു ഹാബിറ്റാറ്റ് പോലെ ഫുള്ള് മരങ്ങളും ഇതുപോലെ പൂളും പ്ലേ ഏരിയ ഒക്കെ ആയിട്ട് നല്ലൊരു കാമൊരു ഏരിയ. നമുക്ക് വല്ലാത്തൊരു ഫീലാണ്, നല്ല രസമാണ് അവിടെ. നാല് പിള്ളേർ അവിടെ ഓടണതും അതിൽ കടന്ന് കളിക്കണം കണ്ടപ്പോൾ അവക്കും കുറച്ച് ആദ്യം ഒന്ന് മടിച്ചു നിന്നെങ്കിലും പിന്നെ അങ്ങോട്ട് നല്ല ആവേശമായിരുന്നു. പിന്നെ വെള്ളത്തിൽ നിന്ന് കയറ്റാനായിരുന്നു പണി. അതിനകത്ത് കിടന്നിട്ട് മറിയുമായിരുന്നു. അവിടെ ഇങ്ങനെ പിള്ളേർക്ക് എൻ്റെ കൂടെ കുളിക്കാനും ഒക്കെ ആയിട്ട് ഷവറും ഉണ്ട്. സ്വിമ്മിംഗ് പൂളിന്റെ സൈഡിൽ ഷവർ ഉള്ളത് പോലെ തന്നെ ഒരു 3-4 ഷവർ ഇങ്ങനെ സെറ്റ് ചെയ്തിട്ടുണ്ട്. സാധാരണ സ്വിമ്മിംഗ് പൂളുകളെക്കാളും ഇതുപോലത്തെ ഉണ്ടാക്കിയിടുന്നത് വളരെയധികം ഇപ്പൊ ചെറിയ പിള്ളേർക്ക് ഭയങ്കര ഉപകാരമാണ്. അവർക്ക് വെള്ളത്തിൽ അതുപോലെ എൻജോയ് ചെയ്യാനും പറ്റും. എന്നാൽ പ്രത്യേകിച്ച് അപകടമൊന്നും ഇല്ലതാണ്. അതെല്ലാം നല്ല ടൈല് ചെയ്തിട്ട് നല്ല സ്വിമ്മിംഗ് പൂള് പോലെ തന്നെ സെറ്റാക്കി നല്ല രീതിയിൽ അവർ മെയിൻറ്റെയിൻ ചെയ്യുന്നുണ്ട് വൃത്തിയായിട്ട്. അവളവിടെ കുളിക്കുന്നു, കളിക്കുന്നു, മുഖം കഴുകുന്നു, വെള്ളം തെറിപ്പിക്കുന്നു, ഞങ്ങളുടെ മേത്തേക്കൊക്കെ വെള്ളം വാരി എറിയുന്നു. അങ്ങനെ പല പല കലാപരിപാടികളായിരുന്നു. ആവേശം കൊണ്ട് ഭയങ്കര സന്തോഷമായിട്ട് മുഖത്ത് തന്നെ സന്തോഷം, ഭയങ്കര സന്തോഷാധിക്യം എന്ന് പറയുന്നൊരു അവസ്ഥയായിരുന്നു ആ വെള്ളത്തിലോട്ടങ്ങ് ഫ്രീ ആയിട്ട് വിട്ടപ്പോൾ. ഇവിടെ നമ്മൾ പോയിട്ട് നമുക്ക് മോളുടെ സന്തോഷമായിരുന്നു ഏറ്റവും വലിയ നമുക്കൊരു സാറ്റിസ്ഫാക്ഷൻ തന്നൊരു കാര്യം. അവിടെ പോയിട്ട് ഇതുപോലെ ഇങ്ങനെ ഫ്രീ ആയിട്ട് കളിക്കാൻ ഏരിയ, വെള്ളത്തിൽ കളിക്കാനും പിന്നെ ഓടി നടക്കാൻ ഇഷ്ടംപോലെ സ്ഥലം, പിന്നെ പാർക്ക്, അതിൻ്റെ ആയിട്ടുള്ള ചിൽഡ്രൻസ് പാർക്കിന്റെ പ്ലേ ഏരിയ എന്ന് പറഞ്ഞിട്ട് കുറെ സ്ഥലങ്ങളുണ്ട് അവർക്കുള്ള എക്യുപ്മെന്റ്സും കാര്യങ്ങളൊക്കെ ആയിട്ട്. പിന്നെ ഇങ്ങനെ നടക്കാൻ ഇഷ്ടംപോലെ സ്ഥലമുണ്ട്. നടന്ന് മടുത്ത് കുറെ നമ്മള് സ്ട്രോളറിലാണ് കുറെ സമയം മോളെ കൊണ്ടുപോയത്. നമ്മൾ തന്നെ നടന്നിട്ട് കുറെ കഴിയുമ്പോഴത്തേനും നമുക്ക് മടുക്കും. അമ്മാതിരി ഏരിയ ഉണ്ട്. ഇപ്പൊ 50 ഏക്കർ ഉള്ളത് കൊണ്ട് അത്യാവശ്യം നല്ല ഏരിയ ഉണ്ട്. നിങ്ങൾക്ക് കാണാം വൈകിട്ട് ഓടാൻ വരുന്നവരും നടക്കാൻ വരുന്നവരും ഫാമിലി ആയിട്ട് ടൈം സ്പെൻഡ് ചെയ്യാൻ വരുന്നവരും എല്ലാവരും ഉണ്ട്. ഇവിടെ ഒരു അവിടുത്തെ ഫേമസ് ഫോട്ടോ പോയിന്റ് ആണ്. നിങ്ങൾക്ക് ഇപ്പൊ എവിടെയെങ്കിലും നോക്കിയാൽ അറിയാം, ആരെങ്കിലും ഒക്കെ വന്നിട്ട് മലേഷ്യയുടെ ഫോട്ടോ ഇടുവാണെങ്കിൽ ഈ ട്വിൻ ടവർ ബാക്ക്ഗ്രൗണ്ടിൽ വരുന്ന ഒരു ഫോട്ടോ എല്ലാവർക്കും ഉണ്ടാവും. അതിവിടെ ആ ഒരു ഇപ്പൊ കണ്ട ആ ഒരു പാലത്തിൽ ആ ഒരു ബ്രിഡ്ജിൽ നിന്നിട്ടാണ് എല്ലാവരും എടുക്കുന്നത്. ഈവൻ വെഡിങ്ങിന്റെ ഇവന്റ്സിന്റെ ഒക്കെ ഫോട്ടോ എടുക്കാൻ വരുന്നവരും അവിടെ വന്നിട്ടാണ് ഫോട്ടോ എടുക്കുന്നത്. അപ്പൊ ഈ KLCC പാർക്കിനുള്ളിൽ വന്നിട്ടാണ് നമ്മുടെ ആ ഒരു ഫോട്ടോ പോയിന്റ് വരുന്നത്. ആ പാലത്തിൽ നിന്നിട്ട് നേരെ ബാക്കിൽ പെട്രോണസ് ഈ ടവറാണ് വരിക, ട്വിൻ ടവർ. അത് കഴിഞ്ഞ് അവിടെ നമ്മളിങ്ങനെ നടന്നു വരുമ്പോൾ ഇതാണ് നമ്മുടെ സൂര്യ KLCCയുടെ മാൾ എന്ന് പറയുന്നത്, സൂര്യ KLCC മാൾ.
ഷോപ്പിംഗ് മാൾ. അതിന്റെ അതിനോടനുബന്ധിച്ച് തന്നെയാണ് നമ്മുടെ പെട്രോണസ് ട്വിൻ ടവർ. അതിന്റെ ബാക്കിൽ കാണുന്നത് അതിന്റെ ഫ്രണ്ടിൽ ഈ ബാക്ക് ഭാഗമാണ്. ബാക്കിൽ പാർക്കിന്റെ ഭാഗത്തോട്ടാണ് നമ്മുടെ സൂര്യ KLCC മാളിന്റെ ഭാഗം വരുന്നത്, പെട്രോണസ് ടവറിന്റെ. അപ്പൊ ഇതിന്റെ അപ്പുറം നിന്നിട്ടുണ്ടെങ്കിൽ നമുക്ക് ഇതിന്റെ പിന്നിൽ ഇങ്ങനെ ഒരു പാർക്ക് ഉണ്ടെന്നോ ഇങ്ങനെ ഒരു പച്ചപ്പും ഇങ്ങനെ ഒരു സംഭവങ്ങളൊക്കെ ഉണ്ടെന്ന് തന്നെ അറിയത്തില്ല. ഇപ്പുറത്തോട്ട് വന്നു കഴിയുമ്പോഴാണ് ഇത്രയും വലിയൊരു എന്താ പറയുക, ഫൗണ്ടനും കാര്യങ്ങളും വെള്ളവും മറ്റേ KLCC പാർക്കും 50 ഏക്കർ ഇതുപോലെ പച്ചപ്പും ഒക്കെ ഉള്ള സ്ഥലമൊക്കെ ഉണ്ടെന്ന് നമുക്ക് മനസ്സിലാവുന്ന തന്നെ അങ്ങോട്ട് വന്നു കഴിയുമ്പോഴാണ്. വലിയൊരു കോൺട്രാസ്റ്റ് ആണ്. അപ്പുറം ഇങ്ങനെ ഹൈ റൈസ് ബിൽഡിങ്ങും ഇപ്പുറത്ത് ഇങ്ങനെ പച്ചപ്പൊക്കെ ആയിട്ട് നല്ലൊരു പാർക്കും ഇവിടെ ഒരു വലിയൊരു ഷോപ്പിംഗ് മാളും ഒക്കെ ആയിട്ട് ഇഷ്ടം പോലെ ഈ പറഞ്ഞ ഫുഡ് കോർട്ടുകളുണ്ട്, കാര്യങ്ങളുണ്ട്, സംഭവങ്ങളുണ്ട്. വൈകിട്ടായി കഴിഞ്ഞാൽ നമ്മൾ ഉച്ച കഴിഞ്ഞുള്ള സമയത്താണ് അവിടെ എത്തിയത്. അപ്പോൾ അവിടെ മൊത്തം സ്പെൻഡ് ചെയ്തിട്ട് വൈകിട്ട് അവിടെ നമ്മൾ ഈ കാണുന്ന ഫൗണ്ടനകത്താണ് നമ്മുടെ മ്യൂസിക്കൽ ഫൗണ്ടൻ ഷോ വരിക, ലൈറ്റ് ആൻഡ് സൗണ്ട് ഷോയും കാര്യങ്ങളൊക്കെ ആയിട്ട്. ഇത് നമ്മുടെ സൂര്യ KLCC മാള്. നല്ലൊരു ആംബിയൻസ് ആണ് ഇതിൽ നടക്കാനും. നമുക്കൊരു ക്വാളിറ്റി ടൈം സ്പെൻഡ് ചെയ്യാൻ പറ്റിയ ഒരു സ്ഥലമാണ് ഫാമിലി ആയിട്ട് പോകുമ്പോൾ. നോക്കിയാൽ കാണാം ഇഷ്ടം പോലെ ഫാമിലീസ് ഇതുപോലെ കുട്ടികളുമായിട്ടും എല്ലാവരും വൈകിട്ട് ഇങ്ങനെ ഇറങ്ങിയിട്ടുണ്ട്. മാളിൽ കയറി അത്യാവശ്യം ഷോപ്പിംഗ് എന്തെങ്കിലുമൊക്കെ ഉണ്ടെങ്കിൽ നടത്താം, ഫുഡ് കഴിക്കാം, ഫുഡ് കോർട്ടിൽ കയറി ഇതെല്ലാം കഴിഞ്ഞിട്ട് വൈകിട്ട് നമുക്ക് അവിടെ ഫൗണ്ടനിൽ ഈ പറഞ്ഞ മ്യൂസിക്കൽ ഫൗണ്ടനും കാര്യങ്ങളൊക്കെ കാണാം. പറഞ്ഞ സൂര്യ KLCC മാളിനകത്ത് എല്ലാം ഈ പറഞ്ഞ ഹൈ എൻഡ് ബ്രാൻഡഡ് ഐറ്റംസിന്റെ എല്ലാം ഷോപ്സ് ആണ് കാണാം. പ്രാഡ ഉണ്ട്, എല്ലാം ഹൈ എൻഡ് ഐറ്റംസിന്റെ ഷോപ്പുകളാണ്. നിങ്ങൾ കയറി പോകുന്ന വഴിയെ കാണാം. ഇന്റർനാഷണൽ ബ്രാൻഡുകളുടെ ഷോപ്സ് ആണ് അവിടെ നിറച്ച്. ഒരു തിളങ്ങി നിൽക്കുകയാണ് മണം. ഡിയോൾ കാണാൻ എല്ലാം കൂടിയ ഇന്റർനാഷണൽ ബ്രാൻഡുകളായിരുന്നു. ബ്രാൻഡഡ് സാധനങ്ങളൊക്കെ അവിടെ ചെന്നിട്ട് പർച്ചേസ് ചെയ്യണം എന്നുള്ളവർക്ക് അവിടെ വന്നിട്ട് എന്തെങ്കിലും വാങ്ങണമെന്നുണ്ടെങ്കിൽ വാങ്ങാം. ടൈം സ്പെൻഡ് ചെയ്യാൻ ഫാമിലിയോടൊത്ത് ഫുഡ് കോർട്ടിൽ ഫുഡൊക്കെ കഴിച്ച് ഷോയൊക്കെ കണ്ട് അങ്ങനെ പോകാൻ പറ്റിയൊരു സ്ഥലം. നമുക്കൊരു വീക്കെൻഡിൽ ഈ പറഞ്ഞ അല്ലെങ്കിൽ ഒരു ഈവനിങ് ടൈം, ആഫ്റ്റർനൂൺ ടൈം മുഴുവനായിട്ട് ഫാമിലി ആയിട്ട് സ്പെൻഡ് ചെയ്യാൻ പറ്റിയൊരു സമയമാണ്. നിങ്ങൾ ഒരു ദിവസം തന്നെ ഇങ്ങോട്ടായിട്ട് മാറ്റി വെച്ചാലും കുഴപ്പമില്ല. നമുക്ക് പെട്രോണാസ് കഴിഞ്ഞിട്ട് ഈ പറഞ്ഞ സൂര്യ KLCC മാള്, പിന്നെ KLCC പാർക്ക്, അത് കഴിഞ്ഞിട്ട് ഈ പറഞ്ഞ നമുക്ക് മ്യൂസിക്കൽ ഫൗണ്ടൻ ഷോയും കണ്ട് ഇങ്ങനെ ഒരു ദിവസം മൊത്തത്തിലൊരു സ്പെൻഡ് ചെയ്യാൻ പറ്റിയൊരു സംഭവം ഉണ്ട്. എന്നാലും ആഫ്റ്റർനൂൺ വരുന്നതായിരിക്കും നല്ലത്. നമുക്ക് മൊത്തത്തിലൊന്ന് കണ്ട് ആ ഫൗണ്ടൻ ഷോയും കൂടെ കണ്ടു പോകാൻ പാടും. ഈവനിങ് സമയത്തേക്ക്, ഈവനിങ് സമയം എന്ന് പറഞ്ഞാൽ നമുക്ക് അത്യാവശ്യം കൂടുതൽ സമയം വേണം. ടവറും ഇതെല്ലാം കൂടെ ഒന്നിച്ച് ചെയ്യണമെന്നുണ്ടെങ്കിൽ ടവറിന്റെ മുകളിൽ കയറി മറ്റേ വ്യൂവേഴ്സ് ഏരിയയിൽ പോയി കണ്ട് ഈ പിന്നെ പാർക്കും കറങ്ങി ഒരു 2 മണിക്കൂർ കറങ്ങി വരുന്നത്. അപ്പോൾ ആ ഈവനിങ് ഒരു 3 മണി സമയത്തൊക്കെ ചെന്നിട്ടുണ്ടെങ്കിൽ കറക്റ്റ് ആയിരിക്കും. വൈകിട്ടത്തെ ഫുഡും ചെറുതായിട്ട് സ്നാക്സ് ഒക്കെ അവിടുന്ന് എവിടുന്നെങ്കിലും ഫുഡ് കോർട്ടിൽ നിന്നൊക്കെ കഴിച്ച് എന്തെങ്കിലും ഷോപ്പിംഗ് ചെയ്യാനുണ്ടെങ്കിൽ ചെയ്യാം. ഇവിടെ അങ്ങനെ പ്ലാൻ ചെയ്ത് ഫാമിലി ആയിട്ട് നിങ്ങൾ ടൂർ ട്രിപ്പ് ചെയ്ത് പ്ലാൻ ചെയ്ത് പോകുമ്പോൾ ഇതുപോലെ ഒരു ഈവനിങ് അവിടെ പ്ലാൻ ചെയ്താൽ വളരെ നല്ലൊരു കാര്യമായിരിക്കും. ഒരു ആഫ്റ്റർനൂൺ ഫുള്ളായിട്ട് അതിനായിട്ട് മാറ്റി വെച്ചാൽ ഒരു വെറുതായിട്ടുള്ള എക്സ്പീരിയൻസ് ആയിരിക്കും. ഇത് കിഡ്സിന്റെ മാത്രമായിട്ടുള്ള കിഡ്സ് ആൻഡ് മദേഴ്സ് സെക്ഷൻ, ആ ഒരു സെക്ഷനിൽ ഫുള്ള് അതിന്റെ മാത്രമായിട്ടുള്ള ഷോപ്പിംഗ് മാളിലെ ബേബി ഷോപ്സ്, കിഡ്സ് മദേഴ്സ് അവരുമായിട്ട് ബന്ധപ്പെട്ട ഐറ്റംസ് പർച്ചേസ് ചെയ്യാനും അങ്ങനെയുള്ള അതിനായിട്ടൊരു സെപ്പറേറ്റ് ഏരിയ ഉണ്ട്.
ഇതെല്ലാം കിഡ്സ് ഷോപ്പുകളാണ്. കിഡ്സ് അവർക്കുള്ള ഡ്രസ്സ്, ബാക്കി സ്കൂളിലോട്ടുള്ള ഐറ്റംസ്, ബാഗുകളും കാര്യങ്ങളും ഇങ്ങനെയുള്ള എല്ലാം, അവരുടെ ടോയ്സ്, ഇതിന്റെ എല്ലാം മാത്രമായിട്ടുള്ള ഒരു ഏരിയ. അവിടെ എല്ലാം നമുക്ക് ഈ പറഞ്ഞ പോലെ ഫുഡ് കോർട്ടും റെസ്റ്റ് ഏരിയാസും ഒക്കെ ഉണ്ട്. ക്രോക്സിന്റെ സ്റ്റോർ ഉണ്ട്. എല്ലാ ഇന്റർനാഷണൽ ബ്രാൻഡുകളുടെയും ഷോപ്സ് അവിടെ അവൈലബിൾ ആണ്. നിങ്ങൾക്ക് എന്തെങ്കിലും പർച്ചേസ് ചെയ്യണമെന്നുണ്ടെങ്കിൽ. അഡിഡാസിന്റെ കിഡ്സിന്റെ മാത്രമായിട്ടുള്ള സെക്ഷൻ. പല ഇന്റർനാഷണൽ ബ്രാൻഡുകളുടെ പേരുകളും നമുക്കത്ര പരിചയമുള്ളതല്ല. നമുക്ക് ഇവിടെ പരിചയമുള്ള ഇന്റർനാഷണൽ ബ്രാൻഡുകളുടെ പലതും കണ്ടു. അതല്ലാണ്ടുള്ള നമ്മൾ കണ്ടിട്ടും കേട്ടിട്ടും പോലില്ലാത്ത പല, മീൻസ് ഞങ്ങൾ കണ്ടിട്ടും കേട്ടിട്ടും ഇല്ലാത്ത പല ഇന്റർനാഷണൽ ബ്രാൻഡുകളുണ്ട്. ഇന്റർനാഷണൽ ബ്രാൻഡുകൾ അങ്ങനെ ഫോക്കസ് ചെയ്ത് പോകുന്നവർക്ക് അറിയാവുന്ന ബ്രാൻഡുകളായിരിക്കും. എല്ലാത്തിൻ്റെയും ഷോപ്സ് ഉണ്ട്. എല്ലാം ഈ പറഞ്ഞ ആ ഒരു റേഞ്ചിലുള്ള ബ്രാൻഡുകളുടെ ഷോപ്പുകളാണ് ഫുൾ അവിടെ ഉള്ളത്. ആണ് ഇത് അതുപോലെ ഒരു ടൂറിസ്റ്റ് അട്രാക്ഷൻ അല്ലെങ്കിൽ ഒരു ടൂറിസ്റ്റ് പ്ലേസിലുള്ളതായതുകൊണ്ട് എല്ലാം അങ്ങനെ ഒരു ഹൈ എൻഡ് ബ്രാൻഡുകളുടെയാണ് അവിടെ ഉള്ളത് ഫുൾ. കോലാലംപൂർ സിറ്റി സെന്ററിനോടനുബന്ധിച്ചുള്ള ഷോപ്പിംഗ് മാൾ ആയതുകൊണ്ട് തന്നെ ലക്കോസ്റ്റെ, ടോമി, ഇതിങ്ങനെ ഇതിന്റെ ഒരു ആർക്കിടെക്ചർ ഇങ്ങനെ ഒരു റൗണ്ട് അല്ലെങ്കിൽ ഓവൽ ഷേപ്പിൽ ഇങ്ങനെ നിൽക്കുന്നത് നമുക്ക് എവിടെ നിന്നാലും നമുക്ക് ഒറ്റ നോട്ടത്തിൽ കാണാൻ പറ്റും എവിടെയൊക്കെ ഏതൊക്കെ ഷോപ്പ് ഉണ്ടെന്നുള്ളത്. അത്യാവശ്യം നമുക്ക് അത്യാവശ്യം സൂം ചെയ്യാവുന്ന ഒരു ഫോണോ അല്ലെങ്കിൽ എന്തെങ്കിലും കൂടി ഉണ്ടെങ്കിൽ നമുക്ക് നോക്കി കണ്ടുപിടിച്ച് പോകാൻ പറ്റും. അപ്പൊ നമുക്ക് ലുലുവിലോ അല്ലെങ്കിൽ നമ്മുടെ നാട്ടിലെ മാളിലൊക്കെ ചെന്നാലുള്ള പ്രശ്നം എവിടെയാണ് എന്താണെന്ന് കണ്ടുപിടിക്കാൻ തന്നെ നമുക്ക് 2 മണിക്കൂർ വേണം. ഇതെനിക്ക് തോന്നി അതൊരു കൺവീനിയൻസ് ആയിട്ട് തോന്നി. ഇതുപോലെ നമുക്ക് മാക്സിമം ഏരിയ കവർ ചെയ്ത് കാണാവുന്ന രീതിയിൽ ഉണ്ടാക്കിയിരിക്കുന്നുണ്ട്. കുറെ കാര്യങ്ങളൊക്കെ നമുക്ക് ഒറ്റയടിക്ക് ഒരു സ്ഥലത്ത് നിന്ന് നോക്കിയിട്ടുണ്ടെങ്കിൽ നമുക്ക് കണ്ടുപിടിക്കാൻ പറ്റും കുറെയൊക്കെ. എല്ലാം എങ്കിലും കുറെയൊക്കെ. അവിടുത്തെ ഒരു റെസ്റ്റോറന്റ് ഇതാണ്, ഫുഡ് കോർട്ട് പോലെ. അവിടുത്തെ ഏതൊരു അവിടുത്തെ ആണോന്ന് അറിയില്ല, ഒരു പേര് കേട്ട സംഭവം തോന്നുന്നു. നമ്മുടെ നാട്ടിൽ ഇവിടെ ഇപ്പം ലുലുവിലൊക്കെ കയറുമ്പോൾ പാരഗൺ എന്നൊക്കെ പറഞ്ഞ പോലെ അതുപോലെ എന്തൊരു ഐറ്റം ആണെന്ന് തോന്നുന്നു. അത്യാവശ്യം നല്ല ആളുണ്ടായിരുന്നു ബുക്ക് ചെയ്ത്. കാരണം ഈ ഓറിയന്റൽ കോഫി ഞാൻ നോക്കി വെച്ചത്. ഓറിയന്റൽ കോപ്പി എന്ന് പറയുന്ന ഒരു കാപ്പി, ആ ഒരു സംഭവം നമ്മൾ ഇവിടെ കയറിയപ്പോ തന്നെ നോക്കിയൊരു സംഭവമായിരുന്നു. അവിടെ കയറി എന്തെങ്കിലും കഴിക്കണം എന്ന്. കയറണോ വേണ്ടിയോ നമ്മൾ കുറച്ചു നേരം ഇവിടെ നിന്ന് ഇങ്ങനെ ആലോചിച്ചു. എന്നിട്ട് ഞങ്ങൾ കയറി കേട്ടോ. അവിടുത്തെ ഒരു സ്പെഷ്യൽ ഐറ്റം ഉണ്ട്, അത് കഴിക്കാനായിട്ടാണ് കയറിയത്. പറയാം എന്താണെന്ന്. ഓറിയന്റൽ അവിടുത്തെ ഒരു ഫേമസ് ഇതാണ് നമ്മുടെ കോഫിയുമായിട്ട് ബന്ധപ്പെട്ടുള്ള. മോള് നല്ല ഉറക്കമായി നടന്ന് ക്ഷീണിച്ച്. അങ്ങോട്ട് കയറാനുള്ള ക്യൂ ആണ്. നമ്മൾ കയറുമ്പോൾ തന്നെ ഓർഡർ ചെയ്ത് സംഭവം എന്താണെന്നൊക്കെ പറഞ്ഞ് അങ്ങനെ കയറുന്ന ഒരു സെറ്റപ്പാണ് അവിടെ. നമ്മൾ പോകുന്ന വഴിക്ക് തന്നെ അവിടെ
ഓർഡർ ചെയ്യാനുള്ള ഒരു സ്ഥലമുണ്ട്. അവിടെ ഓർഡർ ചെയ്യുക, അവിടെ പോയി ഇരിക്കുക, കഴിഞ്ഞാൽ അവർ കൊണ്ടുതരും. അങ്ങനെ ഒരു സെറ്റപ്പാണ്. അപ്പോൾ അവിടെ തന്നെ നമുക്ക് മെനു ഉണ്ട്. നമ്മൾ ക്യൂവിൽ നിൽക്കുമ്പോൾ തന്നെ മെനുവിൽ നിന്ന് നമുക്ക് ഇഷ്ടമുള്ള ഒരു സാധനം എന്താണെന്ന് വെച്ചാൽ നമുക്ക് ആവശ്യമുള്ള ഓർഡർ ചെയ്യാം. ഇത് നമ്മൾ അവിടുത്തെ ഒരു കൂടുതൽ ഫ്ലേവർ വരുന്ന സാധനങ്ങൾ നമ്മൾ അധികം പിടിച്ചിട്ടില്ല. നമ്മൾ ആദ്യത്തെ ദിവസം ഒരു സാധനം ഓർഡർ ചെയ്ത് നമുക്ക് ഫ്ലോപ്പ് ആയതുകൊണ്ട് നമ്മൾ അതിലോട്ടൊന്നും അധികം പോയില്ല. ആ ഫ്ലേവറുള്ള സാധനങ്ങൾ മാറ്റി വെച്ചിട്ട് നമുക്ക് വലിയ കുഴപ്പമുണ്ടാവില്ലാത്ത സാധനങ്ങളാണ് നമ്മൾ നോക്കിയത്. ഇതാണ് നമ്മൾ ഓർമ്മ പറഞ്ഞത്, ഓറിയന്റൽ എഗ് ടാർട്ട് എന്ന് പറഞ്ഞാൽ അവിടുത്തെ ഒരു ഫേമസ് സാധനമാണ്. നമ്മൾ ഓൺലൈനൊക്കെ നോക്കിയപ്പോൾ ഇത് ഭയങ്കര റിവ്യൂ ഒക്കെ ഉള്ള സാധനമാണ്. അപ്പോൾ ആ ഒരു ഓറിയന്റൽ എഗ് ടാർട്ടാണ് നമ്മൾ ഒരെണ്ണം ഓർഡർ ചെയ്തത്. നമ്മൾ അടുത്ത് ഓർഡർ ചെയ്ത് കായ ടോസ്റ്റ് എന്ന് പറഞ്ഞാൽ അവിടുത്തെ വളരെ ഫേമസ് ആയിട്ടുള്ള ഒരു ഡിഷാണ്. കോപ്പിയുടെ കൂടെ അല്ലെങ്കിൽ കോഫിയുടെ കൂടെ അവിടെ ഒരു കോമ്പിനേഷൻ ആയിട്ട് അവിടെ കഴിക്കുന്ന ഒരു വിഭവമാണ്. അതിന്റെ ഡീറ്റെയിൽസ് നമ്മൾ അത് വരുമ്പോൾ പറയാം. അപ്പം നമ്മൾ ഇത് രണ്ടും ഓർഡർ ചെയ്തിട്ട് ക്യൂവിൽ വെയിറ്റ് ചെയ്യുകയാണ് നമുക്ക് സീറ്റ് കിട്ടാനായിട്ട്. സീറ്റ് അവൈലബിലിറ്റി വരുന്നതിനനുസരിച്ച് അവർ നമ്മളെ അകത്തേക്ക് ഇരുത്തും. ഇതാണ് നമ്മുടെ ഓറിയന്റൽ കോപ്പി എന്ന് പറയുന്നുള്ള അവിടുത്തെ മെയിൻ സ്ഥാപനത്തിന്റെ ഔട്ട്ലെറ്റ്. അപ്പൊ നമ്മള് സീറ്റ് കിട്ടി, അകത്ത് കയറിയിരുന്നു. അത്യാവശ്യം നല്ല ആൾക്കാരുണ്ട്. ഈ പറഞ്ഞ പോലെ ഫേമസ് ആയതുകൊണ്ട് തന്നെ വരുന്നവരെല്ലാം പിന്നെ അവിടെയുള്ളവരും ഒക്കെ വന്ന് കയറുന്ന ഒരു സ്ഥലമാണ്. നമ്മളിങ്ങനെ അക്ഷമരായിട്ട് വെയിറ്റ് ചെയ്യാണ് ഡിഷ് വരാനായിട്ട്. ഈ കായ ടോസ്റ്റ് എന്ന് പറയുന്ന ഒരു സിംഗപ്പൂരിയൻ ട്രഡീഷണൽ ഡിഷാണ് കായ ടോസ്റ്റ് എന്ന് പറയുന്നത്, കായ ബട്ടർ ടോസ്റ്റ്. നമ്മളൊന്നുകൂടെ മെനു ഒക്കെ ഒന്നെടുത്ത് നോക്കി എന്തൊക്കെ ഐറ്റംസ് ആണ് വേറെ അവിടെ ഉള്ളതെന്നുള്ളത്. നമ്മുടെ കോപ്പി എത്തി, അതായത് കോഫി, അവിടെ കോപ്പി എന്ന് വിളിക്കും. ഇതാണ് നമ്മുടെ ടാർട്ട്, എഗ് ടാർട്ട്. പിന്നെ ഇത് നമ്മുടെ കായ ടോസ്റ്റ്, നമ്മൾ പറഞ്ഞല്ലോ അതിന്റെ കൂടെയുള്ള ഒരു മെയിൻ ഐറ്റമാണ് വാട്ട് എഗ്, അല്ലെങ്കിൽ ഈ പറഞ്ഞ സോഫ്റ്റ് ബോയിൽഡ് എഗ്. പിന്നെ ഇത് ബ്രെഡ്, അതാണ് മെയിൻ കായ ടോസ്റ്റ് എന്ന് പറയുന്ന സാധനം. കോപ്പി അല്ലെങ്കിൽ കോഫി, ഈ കോഫി, പിന്നെ ഈ ഹാഫ് ബോയിൽഡ് അല്ലെങ്കിൽ സോഫ്റ്റ് ബോയിൽഡ് എഗ്, പിന്നെ ഈ ബ്രെഡ് ടോസ്റ്റ്, ഇതാണ് അതിന്റെ ഇൻഗ്രീഡിയൻസ്. ആ ബ്രെഡ് എന്ന് പറയുന്നത് ടോസ്റ്റഡ് ബ്രെഡ് ഉണ്ട്, അതിനകത്തൊരു കോക്കനട്ട് ബേസ്ഡ് ആയിട്ടുള്ള ഒരു ജാം ഉണ്ട്, കോക്കനട്ട് എഗ് ഷുഗർ ഒക്കെ ചേർത്തിട്ടുള്ള ഒരു ജാം ഉണ്ട്. പിന്നെ ബട്ടറാണ് അതിനകത്തുള്ളത്, ബട്ടർ ഈ പറഞ്ഞ ജാം ആണുള്ളത്. ഇത് രണ്ടും കൂടെ ചേർത്ത് ഈ മുട്ടയ്ക്കകത്ത് നമ്മൾ സോയാ സോസും കുറച്ച് വൈറ്റ് പെപ്പറും ചേർത്തിട്ട് അത് മിക്സ് ചെയ്ത് ഇതിൽ നമ്മൾ ഡിപ്പ് ചെയ്താണ് കഴിക്കുക. അതാണ് അതിന്റെ കോമ്പിനേഷൻ. നല്ല ടേസ്റ്റ് ആണ്. അവിടെ പോകുന്നവരെല്ലാം ഒരു തവണയെങ്കിലും ട്രൈ ചെയ്യണം, അടിപൊളി സാധനമാണ്. അതും ആ കോഫിയും കൂടെയാണ് അവരുടെ ഒരു കോമ്പിനേഷൻ. കോഫി, കായ ടോസ്റ്റും കോഫിയും അടിപൊളി സാധനമാണ്. എല്ലാവരും പോകുന്നവരൊക്കെ ഒന്ന് ട്രൈ ചെയ്യാം. അതിങ്ങനെ ആ ബ്രെഡില് മറ്റേ സോയാ സോസും ഈ പറഞ്ഞ വൈറ്റ് പെപ്പറും കൂടിയിട്ടുള്ള ആ ഒരു കോമ്പിനേഷനിൽ നമ്മൾ മുക്കി അങ്ങോട്ട് കഴിക്കുമ്പോൾ ഒരു പ്രത്യേക ടേസ്റ്റ് ആണ്. അതിൻ്റെ കൂടെ കോഫിയും കൂടെ കുടിക്കുമ്പോൾ, ആ ഒരു റിച്ച് കോഫിയും കൂടെ അതിൻ്റെ കൂടെ കുടിക്കുമ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക ചെല്ലുന്നവര്. അങ്ങനെ അത് കഴിച്ച് കാപ്പിയൊക്കെ കുടിച്ച് നമ്മൾ അവിടെ നിന്ന് ഇറങ്ങി വീണ്ടും ഷോപ്പിംഗ് മാളിൽ കൂടെ ഒക്കെ ചെറുതായിട്ട് അതിലേക്കൊന്ന് കറങ്ങി. നമ്മുടെ പിന്നത്തെ ലക്ഷ്യം എന്ന് പറയുന്നത് ഈ പറഞ്ഞ മ്യൂസിക്കൽ ഫൗണ്ടൻ ഷോ ആണ്. അപ്പൊ അതിന്റെ സമയമാകുന്നവരെ നമ്മളിങ്ങനെ അതിലേക്ക് ഇങ്ങനെ കറങ്ങി കറങ്ങി നടക്കാന്നുള്ള ഒരു സെറ്റപ്പിലാണ്. വൈകിട്ട് ഒരു 7 മണി സമയത്തോടടുത്താണ് അവിടെ ഇത് തുടങ്ങുന്നത്, മ്യൂസിക്കൽ ഫൗണ്ടൻ ഷോ തുടങ്ങുന്നത്. അവിടുത്തെ KLCCയിലെ ഈ മ്യൂസിക്കൽ ഫൗണ്ടൻ ഷോ, അതിനൊരു പേരുണ്ട്, KLCC ലേക്ക് സിംഫണി വാട്ടർ ഫൗണ്ടൻ ഷോ എന്നാണ് പേര്. അത് നമുക്ക് പല സമയങ്ങളായിട്ടുണ്ട്. 7:30 സ്റ്റാർട്ട് ചെയ്യുക, 7:30, 8, 8:30, 9, 9:30, 10 അങ്ങനെയാണ്. അതിൽ അരമണിക്കൂർ ഇടവിട്ട് ഒന്ന് ലൈറ്റ് ഒൺലി ഷോയും ഒന്ന് മ്യൂസിക്കൽ ഫൗണ്ടൻ ഷോയും അങ്ങനെയായിരിക്കും. രണ്ടായിട്ടാണ് പോവുക. ഇപ്പൊ 7:30 എന്ന് പറയുന്നത് ലൈറ്റ് ഒൺലി ഷോ ആണെങ്കിൽ 8 മണിക്ക് മ്യൂസിക്കൽ ഫൗണ്ടൻ ഷോ ആയിരിക്കും. നമ്മൾ ആ 7:30 സ്റ്റാർട്ട് ചെയ്യുമ്പോൾ അത് കാണാന്നുള്ള രീതിയിലാണ് നമ്മൾ നിൽക്കുന്ന അരമണിക്കൂർ നേരത്തെ ആ ഒരു ഷോ. 7:30, 8 മണി ആ ഒരു മ്യൂസിക്കൽ ഫൗണ്ടൻ ഷോയുടെ സമയം, 8 മണിയുടെ മ്യൂസിക്കൽ ഫൗണ്ടൻ ഷോയുടെ സമയത്ത് അത് കാണാന്നുള്ള രീതിയിലാണ് നമ്മൾ നിൽക്കുന്നത്. ആ എസ്കലേറ്ററിന്റെ വ്യൂ ഭയങ്കര ഒരു ഭംഗിയില്ലേ, ഭയങ്കര ഒരു അടിപൊളിയല്ലേ.
എല്ലാം ഇങ്ങനെ അങ്ങോട്ടും ഇങ്ങോട്ടും താഴത്തോട്ടും മുകളിലോട്ടും ഉള്ള രണ്ട് സൈഡിൽ കൂടെ. അപ്പോൾ നമ്മുടെ ഫൗണ്ടൻ ഷോ സ്റ്റാർട്ട് ചെയ്യുന്ന സമയമായി നമ്മൾ പയ്യെ അങ്ങോട്ട് ചലിക്കുകയാണ്. നമുക്ക് ദൂരെ നിന്ന് കാണാം. ഇപ്പം നമ്മുടെ ലൈറ്റ് ഒള്ളി ഷോ തുടങ്ങിയ സമയമാണ് 7:30 ലൈറ്റ് ഒള്ളി ഷോ തുടങ്ങി. എന്ന് വെച്ചാൽ നമുക്ക് മ്യൂസിക് ഒന്നുമില്ല, ജസ്റ്റ് ലൈറ്റ് ഷോ അങ്ങനെയാണ് വരിക. ഫൗണ്ടനും വിത്ത് ലൈറ്റ്സ് എന്നുള്ള രീതിയിലാണ് വരിക. ജസ്റ്റ് ആ ഒരു ലൈറ്റ് ഒള്ളി ഷോ കഴിഞ്ഞ് കഴിഞ്ഞിട്ടുണ്ട് നമ്മുടെ മ്യൂസിക്കൽ ഫൗണ്ടൻ ഷോ 8 മണിക്ക് സ്റ്റാർട്ട് ചെയ്യും. നമ്മൾ ദുബായിലും അവിടത്തെയൊക്കെ ഫൗണ്ടൈൻ ഷോസ് ഒക്കെ ഞാൻ ഇങ്ങനെ ഓൺലൈനിൽ കാണുന്ന പോലെ കണ്ടപ്പോൾ വിചാരിച്ചിട്ടുണ്ടൊക്കെ കാണുന്നുണ്ട്. പക്ഷെ അവിടെ ഒന്നും പോകാൻ പറ്റിയിട്ടില്ല. പക്ഷെ ഇവിടെ പോയപ്പം അതുപോലെ ഇത്രയും വലിയൊരു ഫൗണ്ടൻ ഷോ ഉണ്ടെന്ന് തന്നെ എനിക്കറിയില്ലായിരുന്നു. അവിടെ ചെന്ന് കഴിഞ്ഞാൽ അവിടുത്തെ ഡീറ്റെയിൽസും കാര്യങ്ങളൊക്കെ നോക്കി കഴിഞ്ഞപ്പോഴാണ് ഇങ്ങനെ ഫൗണ്ടൻ ഷോ ഉണ്ടെന്നൊക്കെ നമുക്ക് മനസ്സിലാവുന്നത്. നേരത്തെ അങ്ങനെ കൂടുതൽ ഞാൻ ഇതിന്റെ ഡീറ്റെയിൽസ് ഒന്നും കണ്ടിട്ടില്ലായിരുന്നു. അപ്പം വളരെ വലിയൊരു ലേക്ക് പോലത്തെ സംഭവം, അത്രയും വൈഡ് ആയിട്ടുള്ളൊരു മ്യൂസിക്കൽ ഫൗണ്ടൻ ഷോ ആണ്. ഇത്രയൊരു വലിയൊരു മ്യൂസിക്കൽ ഫൗണ്ടൻ ഷോ ആണ്. രാത്രി ഇങ്ങനെ വെള്ളി കളറിൽ ലൈറ്റ് ഒക്കെ അടിച്ച് തിളങ്ങി ഇങ്ങനെ പെട്രോമാസ് ടവറും അതിന്റെ ഫ്രണ്ടിൽ സൂര്യ KLCC, ബാക്കിലെ സൂര്യ KLCC മാളും വേറെ ഹൈറൈസ് ബിൽഡിങ്സും അതിന്റെ ഇപ്പൊ നമ്മുടെ ഫൗണ്ടൻ ഷോയും കാണാൻ അടിപൊളിയാണ്. അപ്പൊ ഇതാ KLCC ലേക്ക് സെറമണി വാട്ടർ ഫൗണ്ടൻ ഷോ കണ്ടോളൂ.
നമ്മൾ അങ്ങനെ മ്യൂസിക്കൽ ഫൗണ്ടൻ ഷോ ഒക്കെ ഇങ്ങനെ കണ്ട് ഇരിക്കുന്ന സമയത്ത് നമ്മുടെ ആർദ്രമോക്ക് ഒരു ഫ്രണ്ടിനെ കിട്ടി അവിടെ, ഒരു ചേച്ചി. ചേച്ചി അവിടെ ഇരുന്നിട്ട് നല്ല കട്ട ഇംഗ്ലീഷിൽ ആർദ്രമോളുടെ അടുത്ത് സംസാരിക്കണം. ആർദ്രമോളാണ് ഇങ്ങനെ കണ്ണും വിളിച്ച് നോക്കിയിരിപ്പാണ്, എന്തൊക്കെയാ പറയണേന്നുള്ളത്. ഇവളങ്ങ് സ്റ്റണ്ടായിരിക്കുവാണ്. ആ കുട്ടിയുടെ ആ ഒരു എക്സ്പ്രഷൻസും ഇംഗ്ലീഷ് സംസാരിക്കുന്നതും ഒക്കെ കേട്ടിട്ട് ഇങ്ങനെ സ്റ്റണ്ടായിട്ട് നോക്കിയിരിക്കണം, ഇവിടെ എന്താണ് സംഭവിക്കുന്നത് എന്നുള്ളത്. എന്താ പറയണെന്നൊട്ട് മനസ്സിലാവുന്നില്ല. ഭയങ്കര ഇങ്ങനെ ശ്രദ്ധിച്ച് ഇങ്ങനെ ഇരിക്കുകയായിരുന്നു. 2-3 മിനിറ്റ് വരെ കണ്ടിന്യൂസ് അതിനെക്കുറിച്ച് ഇങ്ങനെ സംസാരിച്ചുകൊണ്ടിരിക്കുകയാണ് നിർത്താണ്ട്. കുറേ കോമഡിയും കാര്യങ്ങളും ഒക്കെ പറയുന്നുണ്ട് ഇവളുടെ. ഇവക്കൊന്നും മനസ്സിലാവുന്നില്ല. മുഖത്തേക്ക് തന്നെ ഇങ്ങനെ സൂക്ഷിച്ചു നോക്കിയിരിപ്പായിരുന്നു. എന്ത് ചെയ്യണമെന്ന് അറിയാൻ മേലാത്തൊരവസ്ഥയില് തിരിച്ചെന്തേലും പറയണോ? കൊച്ചു കുറെയൊക്കെ ശ്രമിച്ചു ഇവിടെ ഒന്ന് ഇന്ററാക്ട് ചെയ്യിപ്പിക്കാൻ വേണ്ടിട്ട്, പക്ഷെ അവള് കടിച്ചു പിടിച്ചിരിക്കുകയായിരുന്നു. കുറെ നേരം കഴിഞ്ഞപ്പോഴാണ് ചെറിയൊരു ചിരിയെങ്കിലും മുഖത്ത് വരുന്നത്. അവളെ കൊച്ച എക്സ്പ്രഷനൊക്കെ ഇട്ടിട്ട്, അതായത് അവർക്കൊരു എന്റർടൈൻമെന്റ് ആയിരുന്നത്.